തിരക്ക് മനസ്സിലാക്കിയിട്ട് ഒരാൾ ബ്ലോക്ക് ചെയ്യോ ഫോണിൽ? അല്ല അത് ചോദിച്ചാൽ എന്നെന്നല്ല, അതെല്ലാവരും ബ്ലോക്ക് ചെയ്യും. ഉണ്ട്. അത് പ്രശാന്ത് അലക്ഷൻ അടുത്ത് പറയുന്നുണ്ട്. പടത്തിൽ ഇവർ വലിയ സുഹൃത്തുക്കളാണ്, ഭയങ്കര വർഷങ്ങളുടെ സുഹൃത്തുക്കൾ. എന്താണ് പറഞ്ഞത് എന്നെ ബ്ലോക്ക് ചെയ്തത്? എന്നെ ബിഗ് ബോസ് ഹൗസിനകത്തിട്ട് ഭ്രാന്ത് പിടിപ്പിക്കുന്ന സാധാരണ ജൂനിയേഴ്സിനെ അങ്ങനെയാണ്. അത് ഈ രണ്ടെണ്ണം കൂടെ ഇങ്ങനെ പോയിരുന്നു പാത്തിരുന്ന് സംസാരിച്ചിട്ട് നമ്മളിപ്പുറത്ത് ഒറ്റയ്ക്ക് എന്തോ ഇതൊന്നും ശ്രദ്ധിക്കാൻ നടക്കുമല്ലോ. പക്ഷേ മറ്റേവർക്ക് പ്ലാനിങ് ആണല്ലോ, നമ്മളെ തകർക്കാനുള്ള പ്ലാനിങ്. ബിഗ് ബോസിൽ ജോർജ് ഇവരുടെ ആ ഒരു ക്യാരക്ടർ മാനറൈസേഷൻ ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഒരിക്കൽ ജൂനിയേഴ്സിന് മുടി പറ്റ വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറ്റ വെട്ടി കൊടുത്തത് കണ്ടിട്ടാണ് ഇതാണ് നമ്മുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടർ പിടിച്ചത്. ഞാൻ ഭയങ്കര അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു. ജോചേട്ടൻ കാണിക്കാൻ അങ്ങനെ ചെയ്ത് വിളിക്കും. ഈ സീനാണ് ഷൂട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ മരിക്കുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നത്. ഇദ്ദേഹത്തിനോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. ഞാൻ മറന്നു. ഞാൻ വേറെ പല തമാശ പുള്ളി ചിരി, ഞാൻ ചിരി, ഞങ്ങളെല്ലാം ചിരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോയി മോട്ടറിന് വേണ്ടി ഞാൻ വിചാരിച്ചു, ദൈവമേ ഇങ്ങനെ ഈ സീനൊക്കെ എന്തോന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത് പിടി കിട്ടിയതിന്. സാധനം ഒറ്റ ടേക്കിൽ ഓക്കെ ആയിട്ട് ഇത് കാണുമ്പം ഇത്രയും ഇമോഷൻസ് പുള്ളി കൊടുത്തോ. എന്നിട്ട് ഞാൻ പോയി ചോദിച്ചില്ല, നിങ്ങൾക്ക് ഇത് എങ്ങനെ കിട്ടി ഈ സാധനം? ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായോ? ഒരു മനുഷ്യൻ താടിയും വളർത്തി മുടിയും വളർത്തി ഭ്രാന്തനെ കണക്ക് അലഞ്ഞു തിരിഞ്ഞ് ഇത്രയൊക്കെ നടക്കുന്ന ഇയാൾ ജീവിതത്തിൽ കുറേ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഞാനും ജീവിതത്തിൽ കുറേ അനുഭവിച്ചില്ലടാണ്ട് ഈ കണ്ണടച്ചം തുറന്നാൽ മതി എനിക്ക് ആ ഇമോഷൻസ് കിട്ടാണെന്ന് പറഞ്ഞിട്ട് ആൾ കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്ക് ആളെ കണ്ണ് നിറഞ്ഞിരിപ്പോട്ടെ. അനുഭവങ്ങളുടെ തീച്ചൂളയിൽ സൃഷ്ടാവൻ ചെയ്യപ്പെട്ട നടനാണ് ജോർജ്. ഡയറക്ടർ ആയിരുന്ന സമയത്ത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു സംവിധായകനായിരുന്നു. അയ്യോ, ഞാൻ ഭയങ്കര അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം ജോചേട്ടൻ കാണിക്കാൻ അങ്ങനെ ചെയ്ത് വിളിക്കും. എങ്കിൽ പോലും ജോചേട്ടൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഞാൻ അതായത് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു പക്ഷേ സിനിമയോളം തന്നെ അല്ലെങ്കിൽ സിനിമയേക്കാൾ ഏറെ ചർച്ചയായിട്ടുള്ള കാര്യമായിരുന്നു ജോജി ചേട്ടൻ അഭിനയിച്ച് കാണിച്ചു കഴിഞ്ഞിട്ട് സംവിധായകൻ അന്ന് അഖിൽ മാരാർന്നുള്ളതല്ല, ആ സംവിധായകൻ കരഞ്ഞു പോയി എന്നുള്ള രീതിയിലേക്കാണ് കാണിച്ചത്. എപ്പോഴും ആദ്യ നായകനെ സംവിധായകനും ആദ്യ ചിത്രത്തിൽ അല്ലെങ്കിൽ ആ സംവിധായകനും നായകനും ഓർത്തു വയ്ക്കും എപ്പോഴും എന്നുള്ളത്. അതെന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ ചിന്തിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെയാണെങ്കിൽ ജോജി ചേട്ടന് കണ്ടുകൂടായിരുന്നു സിനിമയിൽ. ഞാൻ ഈ ഷൂട്ടിന് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ. കാര്യം പുള്ളി മനസ്സിൽ കണ്ട ഒരു കാഴ്ചപ്പാടുകളുള്ളൊരു സംവിധാനമല്ല ഞാൻ വട്ടനാണ്, ഇവന് ബോധം വിവരമൊന്നുമില്ല എന്ന് കരുതി ചിന്തിച്ചിരിക്കുക പുള്ളി. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ നിർമ്മാതാവ് തരുന്ന പൈസയിൽ നിർമ്മാതാവ് പറയുന്ന കാര്യങ്ങൾ കേട്ട് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പുറത്തെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ജോജി ചേട്ടൻ കാണുന്ന ഒരു സിനിമ കാണാൻ എനിക്ക് പറ്റാഞ്ഞിട്ടല്ല, എനിക്കത് ചെയ്യാനുള്ള ശേഷി ഇവിടില്ല. അതെനിക്ക് നടക്കത്തില്ല. ഇപ്പം സുജിത് വാസുദേവിനെ കൊണ്ടോ മധു നീലകണ്ഠനെ കൊണ്ടോ ക്യാമറ ചെയ്യിക്കണമെന്ന് ജോജി ചേട്ടൻ പറഞ്ഞാൽ, എൻ്റെ നിർമ്മാതാവ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാമ്പസിലും അദ്ദേഹത്തിൻ്റെ കല്യാണത്തിനുമൊക്കെ ക്യാമറ, അതായത് ക്യാമറമാൻ്റെ കയ്യിൽ ക്യാമറ വേണം എന്ന് ചിന്തിക്കുന്ന ആളാണ്. റെന്റിനൊന്നും ഇവിടെ നടക്കത്തില്ല. ക്യാമറമാനെ നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ സാമാനം പ്രതിഫലത്തിലെ എൻ്റെ സാറൊക്കെ തമാശയായിട്ട് പറയുന്നത്, ക്യാമറ ഇല്ലാത്തവൻ എവിടെ ക്യാമറമാനാവുന്നത്? അപ്പം വെറും മാൻ, നീ അവനെ പറഞ്ഞു വിടരുന്നാ പറഞ്ഞത്. ഞാൻ വേറെ സാധനം റെന്റ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ജോചേട്ടൻ ആ ധാരണയിൽ വരികയും, ജോചേട്ടൻ വന്ന് ഫസ്റ്റ് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയായി. പതുക്കെ നമ്മുടെ ജീവിതാനുഭവങ്ങളും മറ്റും സിനിമകളും ഒക്കെ സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര അടുപ്പമായി. അങ്ങനെ ഒരു ദിവസം ക്യാരവാനിൽ ഇരുന്നിട്ട് ഫുള്ള് തമാശയും പറഞ്ഞ്, ഞാനെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര, നമ്മൾ എത്ര വിഷയങ്ങൾ ഇടപെട്ടാലും എൻ്റെ ഉള്ളിൽ അപാര ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളുണ്ട്. അതാണ് ഈ ബിഗ് ബോസിൽ പല ആൾക്കാർക്ക് ഞാൻ ഭയങ്കര എൻ്റർടൈനറായിട്ട് തോന്നിയത്. സീരിയസ് വിഷയങ്ങളിൽ മാത്രമേ ഉള്ളൂ നിങ്ങളീ കാണുന്നാക്കിയത്. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഞാൻ അസാധ്യ ഹ്യൂമർ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരാളാണ്. എനിക്കറിയാം, അത് എൻ്റെ ഒപ്പമുള്ളവർക്കും അറിയാം. അപ്പോൾ ഞാനിങ്ങനെ ക്യാരവാനിൽ ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ അസോസിയേറ്റ് ഒരുത്തം ഓടി വന്നിട്ട്, സാറേ ടേക്ക് റെഡിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് വാക്കിട്ട് പോയി ഗൂഗിളോട് മേടിച്ചു ആക്ഷൻ എന്നിങ്ങനെ കട്ട് ചെയ്തപ്പോൾ ചോദിച്ചേട്ടൻ, നീ ആരാടാ സ്പീൽബർഗോ ക്യാരവാനി ആക്ഷൻ പറയാം പോടാ ഇവിടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നിയേട്ടാ എവന് വട്ട, ഒരു ടി വിയുടെ ക്ലോട്ട് ഔട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നതാണ്. ഒരു ടി വിയുടെ ക്ലോട്ട് ഔട്ട് എടുക്കാൻ എന്തിനാണ് ഡയറക്ടർ, ഞാൻ എന്തിനാണ് ആക്ഷൻ പറയുന്നത്, അതങ്ങ് എടുത്താൽ പോരെ. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ തമാശയും പറഞ്ഞ് പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരുന്ന സമയത്ത് ഈ സീനാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ മരിക്കുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്യണം. ഇദ്ദേഹത്തിനോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. ഞാൻ മറന്നു. ഞാൻ വേറെ പല തമാശ പുള്ളി ചിരി, ഞാൻ ചിരി, ഞങ്ങളെല്ലാം ചിരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോയി മോട്ടറിന് വേണ്ടി ഞാൻ വിചാരിച്ചേ, ദൈവമേ ഇങ്ങനെ ഈ സീനൊക്കെ എന്തോന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത് പിടി കിട്ടിയോ ഇനി, അതോ ഇനി മറന്നുപോയി ആകെ കുളമാവോ, ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷനിലിരിക്കുക. സാധനം ഒറ്റ ടേക്കിൽ ഓക്കെ ആയിട്ട് ഇത് കാണുമ്പം ഇത്രയും ഇമോഷൻസ് പുള്ളി കൊടുത്തോ. എന്നിട്ട് ഞാൻ പോയി ചോദിച്ചില്ല, നിങ്ങൾക്ക് ഇത് എങ്ങനെ കിട്ടി ഈ സാധനം? ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായോ? അപ്പോൾ ഞാൻ തന്നെ പുള്ളി പറഞ്ഞു, ഒരു മനുഷ്യൻ താടിയും വളർത്തി മുടിയും വളർത്തി ഭ്രാന്തനെ കണക്ക് അലഞ്ഞു തിരിഞ്ഞ് ഇത്രയൊക്കെ നടക്കുന്ന ഇയാൾ ജീവിതത്തിൽ കുറേ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഞാനും ജീവിതത്തിൽ കുറേ അനുഭവിച്ചില്ലടാ, അതുകൊണ്ട് ഈ കണ്ണടച്ചം തുറന്നാൽ മതി എനിക്ക് ആ ഇമോഷൻസ് കിട്ടാണെന്ന് പറഞ്ഞിട്ട് ആൾ കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്ക് ആളെ കണ്ണ് നിറഞ്ഞിരിപ്പോട്ടെ.
അപ്പോൾ അത് അയാളുടെ ഉള്ളിൽ അയാളുടെ അനുഭവങ്ങൾ സമ്മാനിച്ച നടനായ, അനുഭവങ്ങളുടെ തീച്ചൂളയിൽ സൃഷ്ടാവൻ ചെയ്യപ്പെട്ട നടനാണ് ജോജു ജോർജ്. ലാലേട്ടൻ ജന്മം കൊണ്ട് അഭിനേതാവാണ്, അതാണ് വ്യത്യാസം. ഇപ്പൊ ഇവരെയൊക്കെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ശരിക്കും അഖിൽ മാരാറും ജോജി ചേട്ടനും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ടെന്നുള്ള ആ സിനിമയിലൂടെ അല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് ബിഗ് ബോസ് വിന്നർ ആയിട്ട് വന്ന് ആ ദിവസം തന്നെ പോയി കാണാൻ പോയാലാണ് കുറെ കൂടി ആളുകളിലേക്ക് പണി ആക്ച്വലി ചെയ്യാൻ വേണ്ടി ശരിക്കും അത്ര ഉണ്ടായിരുന്ന ഒരു ആൽബബന്ധം അങ്ങനെ നിൽക്കെ തന്നെ പിന്നീട് ജോജി ജോർജ് അല്ലെങ്കിൽ ജോജി ചേട്ടൻ്റെ ആയിട്ടുള്ളതും അതുപോലെ ആ സിനിമയായിട്ട് വിഷയത്തിൽ ഒരു പരാമർശം ഫോൺ വിളിച്ച വിഷയത്തിൽ വന്നപ്പോൾ അഖിൽ മാരാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിത് അനുകൂലിക്കുന്നത് ജോജി ചേട്ടനായിട്ടുള്ള അടുപ്പം കൊണ്ടല്ല, ഞങ്ങൾ കോൺടാക്ട് ചെയ്യില്ല മാസങ്ങൾ. അതെന്ന് പറഞ്ഞാൽ വിഷയത്തിന്റെ മെറിറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ പറഞ്ഞു. ശരിക്കും ആ പറഞ്ഞതിന്റെ പൊരുൾ എന്താണ് ശരിക്കും അത്തരത്തില്? അല്ല, അത് യഥാർത്ഥത്തിൽ ഇത് ഒരു പ്രശ്നങ്ങളും ഇതിനകത്തില്ല. ഇപ്പം പിന്നെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ജോയിച്ചേട്ടൻ നോക്കിയപ്പം പണ്ട് ജോയിച്ചേട്ടൻ എപ്പോൾ വിളിച്ചാലും ഓടി വരുന്ന ജോയിച്ചേട്ടൻ അനിയനെ പോലെ ഒരാളായിരുന്നു ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തിരക്ക് കൂടി, അവൈലബിലിറ്റി കുറഞ്ഞു. കാരണം എനിക്കും ജീവിക്കണം, കാരണം നമ്മൾ ഒന്നുമില്ലായ്മ കിടക്കുകയല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഫിനാൻഷ്യലി മെച്ചം ഉണ്ടാവണമെങ്കിൽ അപ്പം പെട്ടെന്ന് പോയി ഒരു സിനിമ ജോയിച്ചേട്ടൻ്റെ ഒപ്പം ഡയറക്ഷൻ ചെയ്തിട്ട് കാര്യം. തിരക്ക് മനസ്സിലാക്കിയിട്ട് ഒരാൾ ബ്ലോക്ക് ചെയ്യോ ഫോണിൽ? അല്ല, അത് ചോദിച്ചാൽ എന്നെന്നല്ല, അതെല്ലാവരും ബ്ലോക്ക് ചെയ്യും. അത് പ്രശാന്ത് അലക്സ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പടത്തിൽ ഇവർ വലിയ സുഹൃത്തുക്കളാണ്, ആ ഭയങ്കര വർഷങ്ങളുടെ സുഹൃത്തുക്കളാണ്, എന്താണ്ട് പറഞ്ഞപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്തതാണ്. അതെന്ന് പറഞ്ഞാൽ ഈ ഫ്രസ്ട്രേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി ഇനി നമ്മൾ പറയും, അത് ഞങ്ങൾ വഴക്കുണ്ടാക്കി ബ്ലോക്ക് ചെയ്തൊന്നുമല്ല. അതായത് അന്ന് ആ സിനിമയുടെ പിന്നണിയിൽ പുള്ളി അനുഭവിക്കുന്ന കുറേ മാനസിക പ്രശ്നങ്ങളുണ്ട്, ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട്. ഇത്രയും കോടിക്കണക്കിന് രൂപയും ഒറ്റയ്ക്ക് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി. പലരെയും വെല്ലുവിളിച്ചിട്ടൊക്കെ, കാര്യം ഒരു നടൻ എന്ന നിലയിൽ ഒരുപാട് വർക്കുകളും അവസരങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോയി സംവിധാനമാവാൻ പോകുന്നു, അതും സൂപ്പർ സ്റ്റാറുകളെ വെച്ചിട്ട് വല്ലതാണ്, സാധാരണ ജൂനിയേഴ്സിനെയൊക്കെ വെച്ച് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പം അതിനകത്ത് റിസ്ക് കൂടി, ബഡ്ജറ്റ് കൂടുന്നു, ഉദ്ദേശിക്കുന്നത് പോലെ പല കാര്യങ്ങളും നടക്കുന്നില്ല. അപ്പം നമ്മൾ ഉപദേശ രൂപേണയൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പം പുള്ളിക്ക് അതൊന്നും ആ സമയത്ത് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. അപ്പം ഇനി ഇവന്മാരുടെ ഒരു ഉപദേശം കേൾക്കേണ്ട, ഈ പരിപാടി ഞാൻ തീർത്തിട്ടുള്ള ബാക്കി കാര്യമൊന്നും കരുതി തൽക്കാലം ആദ്യ സംരംഭത്തിന് നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ ഈ സിനിമയെ പറ്റിയിട്ട്? അല്ലെങ്കിൽ ഇത് ബിഗ് ബോസ് ഞാൻ ബിഗ് ബോസിൽ പോയതുകൊണ്ട് ജോയിച്ചേട്ടൻ ബിഗ് ബോസ് കണ്ടു. ബിഗ് ബോസിൽ നിന്ന് കണ്ടപ്പോൾ സമയത്ത് ജോജി ചേട്ടന് പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചില വിഷമങ്ങളുണ്ട്, അത് എനിക്കൊക്കെ പേഴ്സണലി അറിയാവുന്ന ചില കാര്യങ്ങളാണ്. ആ വിഷമം പുള്ളിയുടെ മനസ്സിൽ കിടന്നപ്പം ആ വിഷമത്തെ കൺവേർട്ട് ചെയ്യാൻ പുള്ളി അതിനെ ഒരു കഥയാക്കി മാറ്റി. ആ കഥയിൽ 2 കഥാപാത്രങ്ങൾ വന്നപ്പോഴാണ് എന്നെ ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് ഭ്രാന്ത് പിടിപ്പിക്കുന്ന സാധാരണ ജൂനിയേഴ്സിനെ. അങ്ങനെയാണ് അത്. ഈ 2 കൂടെ ഇങ്ങനെ പോയിരുന്നു പാത്തിരുന്ന് സംസാരിച്ചിട്ട് നമ്മളിപ്പുറത്ത് ഒറ്റയ്ക്ക് എന്തോ ഇതൊന്നും ശ്രദ്ധിക്കാൻ നടക്കുമല്ലോ, പക്ഷേ മറ്റേവർക്ക് പ്ലാനിങ് ആണല്ലോ നമ്മളെ തകർക്കാനുള്ള പ്ലാനിങ്. ബിഗ് ബോസിലെ ഇവരുടെ ആ ഒരു ക്യാരക്ടറും മാനറൈസേഷനും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഒരിക്കൽ മുടി പറ്റ വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറ്റ വെട്ടി കൊടുത്തത് കണ്ടിട്ടാണ് ഇതാണ് നമ്മുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ പിടിച്ചത്. പക്ഷേ വന്നപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ച് ആ സിനിമ വർക്ക് ചെയ്യുക എന്നുള്ളതല്ല അവിടുത്തെ നമ്മുടെ ലക്ഷ്യം. കാര്യം ദൈവം അനുഗ്രഹിച്ച് ഓൾറെഡി പേരിനൊപ്പം ഒരു ഡയറക്ടറുണ്ട്, റൈറ്ററുണ്ട്. സിനിമ വിജയിച്ചില്ലെങ്കിൽ പോലും നമ്മൾ അതായി മാറിക്കഴിഞ്ഞു. ഇനി വേണ്ടത് ജീവിക്കാനുള്ള പൈസയാണ്. അപ്പോൾ അത് മാക്സിമം കൺവേർട്ട് ചെയ്ത് ഫിനാൻഷ്യലി എത്രത്തോളം സ്റ്റേബിളായി നിൽക്കാൻ കഴിയുന്നോ അത്രത്തോളം സ്റ്റേബിളായി കഴിഞ്ഞാൽ സിനിമ എപ്പോഴും ചെയ്യാം. ബിഗ് ബോസിലേക്ക് വന്നത് ശരിക്കും റിവ്യൂവിൽ പറഞ്ഞതാണ് തിരിച്ചതിലേക്ക് പോയിരിക്കുന്നത്. അത്തരത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയുന്ന പേരുകൾ വളരെ പ്രശസ്തനീയമാണ്. അല്ല, ആറാട്ടണ്ണനും അല്ലെങ്കിൽ പെരേരയും പോലുള്ള കുറേയേറെ ക്യാരക്ടേഴ്സുകൾ സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വനിത തിയേറ്ററിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് റിവ്യൂ പറയുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറുന്നു. അങ്ങനെയൊക്കെ പോയ വർഷത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പക്ഷേ വേറെ പരിപാടി ഉണ്ട് രോഹ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഉണ്ടല്ലോ, ഇവരെയൊക്കെ കാശ് കൊടുത്ത് കുറേ സിനിമയുടെ അണിയർ പ്രവർത്തകരോടെ വിളിച്ച് വേഷം കെട്ടിക്കുകയാണ്, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടേ. ഓക്കെ, അങ്ങനെയും കുറേ പരിപാടി ഇപ്പോൾ നടക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണോ ഈ ആർട്ടിസ്റ്റുകൾ തിയേറ്റർ വിസിറ്റ് നടത്തണേ എന്ന് തോന്നുന്നു? അത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് കൂടിയല്ലേ? എനിക്ക് മനസ്സിലാവാത്തത് എന്തടിസ്ഥാനത്തിലാണ് ഈ വനിതാ തിയേറ്ററിൽ തന്നെ പോകണമെന്ന് ആർട്ടിസ്റ്റുകൾ വാശി പിടിക്കുന്നത്. അവർക്ക് പ്രിവ്യൂ ഷോ കണ്ട അഭിപ്രായം പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു ഷോ പ്രത്യേകം വെച്ചിട്ട് ആ ഷോയുടെ അഭിപ്രായം, അവരുടെ അഭിപ്രായം സമൂഹത്തോട് അറിയിച്ചാൽ മതിയെങ്കിൽ എത്രയോ തിയേറ്ററുകൾ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ വനിതയിൽ തന്നെ ഒരു സ്പെഷ്യൽ ഷോ വെച്ചിട്ട് അവിടെ ഈ കോമാളിത്തരം ടീമുകളെ ഒഴിവാക്കി മാറ്റിവെക്കുക. അതിനുശേഷം പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻസ്. ഇതിപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ചെമ്മീൻ കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് പുറത്തിറങ്ങി വരുന്ന ഓരോ ആൾക്കാർക്കും പറയാൻ പറ്റുന്നൊരു സാധനമേ ഉള്ളൂ. വെള്ള പേപ്പറിൽ ഇവിടെ എഴുതി വെച്ചിട്ട് പോകണം ഈ സിനിമയുടെ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ചെമ്മീൻ കണ്ടിട്ട് ഇറങ്ങി വരുന്ന ആൾക്കാർ അവിടെ എഴുതി വെക്കുക, അയാൾ ഇങ്ങനെ കാണിച്ചത് ശരിയായില്ല, തകഴിയുടെ സ്ക്രിപ്റ്റ് അങ്ങോട്ട് വർക്കായിട്ടില്ല എന്ന് പറഞ്ഞ് ഓരോരുത്തരും അവിടെ എഴുതി വെച്ചിട്ട് പിറ്റേ ദിവസം ഈ എഴുതി വെച്ച അഭിപ്രായങ്ങൾ എടുത്തു വെച്ചിട്ട് അടുത്ത ഷോയ്ക്ക് മുമ്പ് തിയേറ്ററുകാരൻ പ്രദർശിപ്പിക്കുക. അടുത്ത ഷോ കാണാൻ വരുന്നവർക്ക് ഷോ കാണുന്നതിന് മുന്നേ ഫസ്റ്റ് ഷോ കണ്ടവൻ്റെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് കാണാനുള്ളൊരു അവസരം അപ്പോൾ എടുത്തു വെച്ചിട്ട് ഓരോരുത്തർ, അല്ലെങ്കിൽ ഒരു വലിയ ബുക്കിനകത്ത് 2-3 ബുക്കുകളുണ്ടെന്ന് വെച്ചോ, ആദ്യത്തെ ബുക്കിനകത്ത് എഴുതി വെച്ചേക്കുന്നു രാമു കാര്യമായിട്ട് അത്ര പോരാ, ഫസ്റ്റ് ഹാഫ് ലാഗ്, സെക്കൻഡ് ഹാഫ് ഓക്കെ, മറ്റേതാ മറിച്ചതാന്ന് പറഞ്ഞിട്ട് പല അഭിപ്രായങ്ങൾ വന്നാൽ ഈ സിനിമ ആരെങ്കിലും കാണും. കാര്യം നമ്മളറിയാതെ നമ്മൾ മറ്റൊരാളെ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു അപകടം എന്താണെന്ന് പറഞ്ഞാൽ, ഈ സിനിമ കാണാത്തൊരു വലിയ വിഭാഗം ആൾക്കാർ സിനിമ കാണാതെ തന്നെ ഒരു തീരുമാനത്തിലെത്തുകയാണ്
ഇത് മോശം. പക്ഷെ അങ്ങനെ ഒരു സിനിമയെ പാടില്ല. മാനിപ്പുലേറ്റ് ചെയ്യുന്ന പരിധിയില്ല. ഇപ്പൊ അല്ല, പത്രത്തിൽ ഇപ്പൊ അല്ല, കുഴപ്പം പല സിനിമകൾ എന്നുള്ള രീതിയിൽ ഇപ്പൊ മുൻകാലങ്ങളിലെ നല്ല സിനിമകൾക്ക് അല്ലെ, വിജയിക്കും. ഇപ്പൊ തിയേറ്ററിൽ വിജയിക്കാതെ OTT-ൽ വന്ന് വിജയിച്ചു, ഭയങ്കര അഭിപ്രായം പറഞ്ഞു, ഇത് എന്തേ തിയേറ്ററിൽ വന്നില്ല എന്നിട്ട് ചോദിക്കുന്ന സമയത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ഈ അഭിപ്രായങ്ങളിലല്ല നല്ല മികച്ച അഭിപ്രായങ്ങൾ മികച്ച സിനിമ. ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ ഇപ്പോൾ ലാലേട്ടൻ സിനിമകളെ കുറിച്ച് പറയുന്നുണ്ടായി. ഇത്രയും വലിയ ഒരു ബഡ്ജറ്റിൽ വന്നു, എമ്പുരാൻ അത്രത്തോളം ഹിറ്റായി, ഇത്രത്തോളം കളക്ഷൻ റെക്കോർഡുകൾ ഉണ്ടായിരുന്നു. എൻ്റെ ഒപ്പം തന്നെ അത്ര തന്നെ പ്രൊമോഷൻ ഇല്ലാതെ ഒരു സിനിമ, ചെറിയൊരു സിനിമ എന്നുള്ള വ്യാഖ്യാനെ വന്നു, തുടരുമെടുത്ത വലിയ വിജയം നമ്മൾ കണ്ടതാണ്. അപ്പോൾ നല്ല സിനിമകൾ ഇപ്പോഴും എത്രത്തോളം മോശം പരാമർശങ്ങൾ ഉണ്ടായാലും ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും അല്ലെ, അതിനൊപ്പം തന്നെ വരും. സിനിമയെ കുറിച്ച് ആരും മോശം ഇല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അത്തരത്തില് മറ്റു സിനിമകൾക്കാണെങ്കിൽ പോലും മോശം പറയുന്നതിന്റെ അപകടം എന്തെന്നറിയാവോ? ഇപ്പൊ രോഹൻ ഇഷ്ടപ്പെടുന്നതായിരിക്കത്തില്ലല്ലോ എനിക്ക് ഇഷ്ടപ്പെടുന്നത്. നമുക്ക് രണ്ടുപേരും വ്യത്യസ്ത അഭിരുചികളായിരിക്കും നമ്മളെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നല്ലത് ചീത്തയൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. നമുക്കൊരു മഹാഭൂരിപക്ഷത്തിന്റെ ശരികളാണ് വിജയം. അതാണ് വിജയത്തെ അളക്കാൻ ഒരു മാനദണ്ഡം വേണം. ആ മാനദണ്ഡം മാത്രമാണ് നമ്മൾ ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. ചിലപ്പം ആർക്കും ഇഷ്ടമല്ലാത്തൊരു സിനിമ രോഹൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമകളിലൊന്നായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഏറ്റവും ഫേവറേറ്റ് സിനിമകളിലൊന്നായിരിക്കും. ഇപ്പം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ തിയേറ്ററിൽ വലിയ പരാജയപ്പെട്ട സിനിമയായിരുന്നല്ലോ മറ്റേ ഡബിൾ ബാരലോ. അതൊരു ഒരു ബ്ലാക്ക് ഹ്യൂമർ എന്നോ മറ്റൊരർത്ഥത്തിലോ ഒക്കെ കാണുന്ന ഒരു വെസ്റ്റേൺ ഹോളിവുഡ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു വേറെ ടൈപ്പ് ഓഫ് പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ഫേവറേറ്റ് പടമായിരിക്കും. അതേസമയം അന്ന് പടം കണ്ടെന്ന് പലരും ചോദിക്കും, സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട്, ഇതെന്തു അതൊക്കെ ചോദിച്ചിട്ടുള്ള ആൾക്കാരുമുണ്ട്. അപ്പം വ്യത്യസ്ത തരത്തിലുള്ള അഭിരുചികളിലൂടെയാണ് സിനിമകൾ എല്ലാവരിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വിഭാഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ട് അവരൊരു അഭിപ്രായം സൃഷ്ടിച്ച് പൊതുസമൂഹത്തിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്താൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നു, പിന്നെ ഇത് കാണത്തില്ല. അവൻ്റെ മനസ്സിലൊരു ധാരണ എത്തുകയാണ്, അത് മോശമാണേ, എല്ലാവരും പറയുന്നത് മോശമാണെന്ന്. ഈ ഒരു അപകടം ഒരുപാട് സിനിമകൾക്ക് സംഭവിച്ചിട്ടുണ്ടായതിൻ്റെ ഫലമായിട്ട് ഒരു മിനിമം കളക്ഷനെങ്കിലും കിട്ടി അവസാനിക്കേണ്ട സിനിമ തിയേറ്ററിൽ നിന്ന് അമ്പേ പരാജയപ്പെട്ടു ഇല്ലാതായി പോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ ഇനി ആര് മോശം പറഞ്ഞാലും ഹിറ്റാവും. പക്ഷേ ഇതിനൊപ്പം മോശം സിനിമകൾ ആര് നല്ലതെന്ന് പറഞ്ഞാൽ മോശമായിട്ട് തന്നെ നിലനിൽക്കുകയും ഇരട്ടത്താപ്പ് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ റിവ്യൂ പറയുന്നവരെ പരോക്ഷമായിട്ട് വിമർശിക്കുകയും, അല്ലെങ്കിൽ കോക്ക് പോലുള്ള ഒരു, അല്ലെങ്കിൽ ഉണ്ണി വ്ലോഗ്സിലുള്ളവരൊക്കെ സിനിമയെ പറയുന്നതിനെ, റിവ്യൂ പറയുന്നതിനെ, നല്ലതോ ചീത്തയാക്കട്ടെ, അപ്പോൾ മോശം പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതിന് വിമർശിക്കുന്നു. ഇത്തരം റിവ്യൂകൾ പാടില്ല, സിനിമയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നു എന്ന് പറയുന്ന അതേ വ്യക്തികൾ തന്നെ കൃത്യമായിട്ട് നല്ലതാണ് പറഞ്ഞ ഇതിനെ കട്ട് ചെയ്തിട്ട് പ്രൊമോഷനിൽ ഞാൻ ഉദാഹരണം പറയാം. ഞാൻ പണ്ട് അശ്വന്തിനെതിരെ ഭയങ്കര നെഗറ്റീവ്സ് സിനിമാക്കാർക്കിടയിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയം ജോബി ജോർജ് രോമാഞ്ചത്തിൻ്റെ ഒരു ചെറിയൊരു കട്ട് പീസ് അശ്വന്ത് പറഞ്ഞത്, രോമാഞ്ചത്തെക്കുറിച്ച് പോസിറ്റീവായിട്ട് അശ്വന്ത് പറഞ്ഞത് പുള്ളി എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്നു. ഞാൻ ജോബി ചേട്ടന് ഒരു വോയിസ് അയച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നി ചേട്ടാ, നിങ്ങളെപ്പോലുള്ള ആൾക്കാരല്ലേ കാണിക്കുന്ന മര്യാദകൾ കാരണമല്ലേ ഇവർക്ക് മറ്റൊരു സിനിമയെ നശിപ്പിക്കാനുള്ള പ്രചോദനം നടന്നത്. അപ്പം പുള്ളി ഇതിനെയൊന്നും കുറിച്ച് അറിഞ്ഞതും പിടിച്ചതൊന്നുമില്ല. എന്തുവാടാ കുഞ്ഞാന്നൊക്കെ പറഞ്ഞു പുള്ളിയുടെ ആ ശബ്ദത്തിലൊക്കെ പുള്ളി എനിക്ക് അല്ല പുള്ളി അങ്ങനെ പിടിച്ചോണ്ട് എനിക്ക് വോയിസ് ഒക്കെ അയച്ചിട്ട് പുള്ളി ഇതൊന്നും അറിഞ്ഞില്ല പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എനിക്ക് റിപ്ലൈ ഇട്ടു. അപ്പം ചിലരറിയാതെ ആ സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പം അന്ന് അശ്വന്ത് ഉൾപ്പെടെയുള്ള ഒരു സിനിമയല്ല വിമർശിക്കുന്നത്, സിനിമാക്കാരെയായിരുന്നു. നമ്മൾ എന്തിനാ ഈ കലാകാരന്മാരെ? അപ്പോൾ അവർക്ക് ഞാൻ ചോദിക്കട്ടെ, ഒരുത്തൻ ഒരു 150 200 പേജിൽ ഒരു സിനിമയുടെ കഥ സ്വപ്നം കണ്ട് അതിനെ തിരക്കഥയാക്കി ഡെവലപ്പ് ചെയ്ത് അത് എഴുതി വെച്ച് അത് ചെയ്യാൻ വേണ്ടി ഒരു നിർമ്മാതാവിനെ കണ്ട് കഷ്ടപ്പെട്ട് അവൻ്റെ ജീവിതം മുഴുവൻ കളഞ്ഞൊരു സിനിമ എടുത്തത് സമൂഹത്തെ ദ്രോഹിക്കാനൊന്നും അല്ലെന്നേ. നിങ്ങൾക്കത് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ ഈ പാവപ്പെട്ടവനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? അവനവൻ്റെ ജീവിതം മുഴുവൻ കളഞ്ഞ് അവനെ എങ്ങനെങ്കിലും അവൻ്റെ സ്വപ്നത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെയും വീട്ടുകാരെയും കൂട്ടുകാരുടെയും വെറുപ്പും ഒരുപാട് നഷ്ടങ്ങളും ഒക്കെ സമ്പാദിച്ചിട്ടാണ് അവൻ ഇതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഇവനെ അങ്ങ് അനുകൂലിച്ചിട്ട് വേണോ? കാണത്തില്ല. ഇവന് 10 രൂപ കൊടുത്തു വേണോ? കാണത്തില്ല. ഇവൻ എങ്ങനെങ്കിലും ഒക്കെ ഇതുകൊണ്ട് ചെയ്തിട്ട് ഇവൻ ഉദ്ദേശിക്കാത്ത, അവന് ഒരുപാട് ഘടകങ്ങൾ വേണം ഈ സിനിമ നന്നാവാൻ. ചിലപ്പോൾ ഇതൊന്നും ഇവന് കിട്ടിക്കാണത്തില്ല. ഞാനൊരു സംവിധാനം, എനിക്കതറിയാം. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നമുക്ക് ആദ്യത്തെ സിനിമയുമ്പോൾ കിട്ടണമെന്നൊന്നുമില്ല.